अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलातु वस्सलामु अला अश्റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതത് മാദൂദിനെ സംബന്ധിച്ചാണ് പഠിച്ചത്. അതതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ തദ്കീറും തഅനീസും അതുപോലെ ഇറാബും എല്ലാം നാം വിശദമായി പഠിക്കേണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കം എന്നുള്ളതിൻ്റെ നിയമങ്ങളാണ്. കം എത്ര, അല്ലെ? കം എന്നുള്ളത് രണ്ട് രൂപത്തിൽ വരുന്നുണ്ട്. കം ഖബരിയ, കം ഇസ്തിഫ്ഹാമിയ. ഇസ്തിഫ്ഹാം എന്താണ്? ചോദിക്കലേ, ഒരു കാര്യം ചോദിക്കാൻ. അപ്പൊ കം കിതാബൻ ഖറഅത, നീ എത്ര പുസ്തകങ്ങൾ വായിച്ചു? ഇതൊരു ചോദ്യമാണ്, ഇസ്തിഫ്ഹാമാണ്. അപ്പോൾ നമ്മളങ്ങനെ എഴുതുമ്പോൾ കം കിതാബൻ ഖറഅത എന്ന് എഴുതുമ്പോൾ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, ചോദ്യം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കം കിതാബൻ ഖറഅത, അപ്പോൾ ഇസ്തിഫ്ഹാമെ കമ്മാണ് അവിടെ. അപ്പോൾ കം ഇസ്തിഫ്ഹാമി ആകുമ്പോൾ കമ്മിന് ശേഷം വരുന്ന തമ്മീസ് മുഫ്രദായിരിക്കണം, മൻസൂബായിരിക്കണം. കം കിതാബൻ ഖറഅത. അതേ സമയത്ത് ഞാൻ പറയാണ് കം കിതാബിൻ ഖറഅത, അത് ഒരു ചോദ്യമല്ല. എത്ര പുസ്തകങ്ങൾ വായിച്ചു, അത് തഅജ്ജുബിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ല. കം കിതാബിൻ ഖറഅത എന്ന് ഒരു തഅജ്ജുബിന്റെ ചിഹ്നമാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതൊരു ചോദ്യമല്ല, അത് ഖബറാണ്. എനിക്കറിയാം, നീ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം എന്ന് അറിയിക്കുകയാണ്. അത്ഭുതം പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ, വിസ്മയം പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ആണ് നമ്മൾ കം ഖബരിയ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഏഴാമതേക്കും കം കിതാബിൻ ഖറഅത. കം കിതാബിൻ അവിടെ ജറായിരിക്കണം. കം കിതാബിൻ ഖറഅത. അപ്പോൾ കമ്മ് ഇസ്തിഫാമിന് ശേഷം വരുന്ന കമ്മ് മൻസൂബായിരിക്കണം, മുഫ്രദുമായിരിക്കും. എന്നാൽ ഖബരിയ കം കിതാബിൻ ഖറഅത എന്ന് മുഫ്രദായിട്ട് വായിക്കാം. കം കുതുബിൻ ഖറഅത എന്നും വായിക്കാം. കം കുതുബിൻ ഖറഅത, എത്ര പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത് കം കുതുബിൻ അല്ലെങ്കിൽ കം കിതാബിൻ. അപ്പോൾ രണ്ട് നിലക്ക് ഒന്നുകിൽ മുഫ്രദായിട്ട് വായിക്കാം, അല്ലെങ്കിൽ ജമ്മായിട്ട് വായിക്കാം. എങ്ങനെ വായിക്കുമ്പോൾ ഇറാബ് ജറായിരിക്കണം. ഇസ്തിഫാമിക്ക് നസ്ബാണ് കം കിതാബൻ, ഖബരിക്ക് ജറായിരിക്കും കം കിതാബിൻ ഔ കം കുതുബിൻ ഖറഅത. അതുപോലെ തന്നെ കമ്മ് ഖബരിയാകുമ്പോൾ ഈ ശേഷം തമ്മീസ് രണ്ടരക്ക് ജറ് വായിക്കാം. ഒന്നുകിൽ ഇലാഫത്ത് കൊണ്ട് കം കിതാബിൻ, ഇലാഫത്താണ്. അല്ലെങ്കിൽ കമ്മിൻ കിതാബിൻ, ജറിന്റെ മിന്ന് കൊടുത്തുകൊണ്ട് കമ്മിൻ കിതാബിൻ ഔ കമ്മിൻ കുതുബിൻ ഖറഅത. അപ്പോൾ അത് വ്യത്യാസം മനസ്സിലാക്കാനുള്ളത് കമ്മ് ഖബരിയാകും ഇസ്തിഫാമിയാകുമ്പോൾ കമ്മിന് ശേഷം വരുന്ന തമ്മീസ് ഇസ്മ് എന്തായിരിക്കണം? ഇറാബ് നസ്ബായിരിക്കും, പദം മുഫ്രദായിരിക്കും. കം കിതാബൻ. അതേസമയത്ത് ഖബരിയായ കമ്മാകുമ്പോൾ കമ്മിന് ശേഷം വരുന്ന തമ്മീസ് ജംഓ മുഫ്രദോ ആവാം, ഇറാബ് ജറായിരിക്കും. ആ ജറ് തന്നെ രണ്ട് നിലക്കുണ്ട്, ഇലാഫത്ത് കൊണ്ട് അല്ലെങ്കിൽ മിന്ന് കൊണ്ട്. ഉദാഹരണം കം കിതാബിൻ ഖറഅത, കം കുതുബിൻ ഖറഅത, കം മിൻ കിതാബിൻ ഖറഅത, കം മിൻ കുതുബിൻ ഖറഅത. എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതൊരു തഅജ്ജുബിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇസ്തിഫാം അല്ല, അതാണ് കം ഖബരിയ. അപ്പൊ അതാണ് കം ഇസ്തിഫാമിയും കം ഖബരിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. നോക്കൂ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ജദ്വൽ താലി സൗഫ യുവല്ലിഹു ലനാ. താഴെ വരുന്ന ടേബിൾ വായിച്ചാൽ അത് നമുക്ക് വ്യക്തമാക്കി തരും കം അൽ ഇസ്തിഫാമിയ കം ഖബരിയ. ഇസ്തിഫാമിയായ കമ്മും ഖബരിയായ കമ്മും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് താഴെയുള്ള ടേബിളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അൽ മിസാൽ, ഉദാഹരണം നോക്കൂ. കം ആലിമൻ ഹദറ ഹാദൽ മുക്തമർ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലേ? ഈ സമ്മേളനത്തിൽ എത്ര പണ്ഡിതന്മാർ പങ്കെടുത്തു? അതൊരു ചോദ്യ എന്നുള്ള അതിന്റെ ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നൗ കം ഇസ്തിഫാമിയ, അവിടെ ഇസ്തിഫാമിയ കമ്മാണ്. തമ്മീസ് എവിടെയാ? ആലിമൻ. കം ആലിമൻ ഉണ്ടോ? മുഫ്രദാണ്, നിസ്ബാണ്. ഹാലത്തുഹു മുഫ്രദ് മൻസൂബാണ്. ശ്രദ്ധിക്കണം. മറ്റൊരു ഉദാഹരണം കം സാഅത്തൻ ഫിൽ യൗമി വല്ലൈല. രാവും പകലുമായി എത്ര മണിക്കൂറുണ്ട്? ചോദ്യ, കാരണം ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. കം സാഅത്തൻ, അപ്പൊ മുഫ്രദായിരിക്കണം. അപ്പോൾ അവിടെ കം ഇസ്തിഫാമിയാണ്, ചോദ്യമാണല്ലോ. അവിടെ സാഅത്താണ് അവിടുത്തെ തമ്മീസ്, അവിടെ മുഫ്രദാണ്, മൻസൂബാണ്. ബികം ജുനൈഹിൻ ഇസ്തൈത ഹാദാ അദൽ ഖമീസ്. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ബി ചേർന്നുണ്ട്. ബികം. ബികം എന്ന് വായിക്കുമ്പോൾ ശേഷമുള്ള തമ്മീസിന്
നെസ്ബും വായിക്കാം, ജറും വായിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്, കം ഖബരി ഇസ്തിഫാമി ആകുമ്പോൾ നെസ്ബ് ആയിക്കണം. പക്ഷേ ആ കമ്മിന്റെ മുമ്പ് ബാ മുൻകടന്നാൽ, ജറിന്റെ ബാ മുൻകടന്നാൽ ശേഷം വരുന്ന തമ്മീസിന് നെസ്ബും ജായിസാണ്, ജറും ജായിസാണ്. അപ്പൊ ബിക്കം ജുനൈഹിൻ എന്നും വായിക്കാം, ബിക്കം ജുനൈഹൻ എന്നും വായിക്കാം. രണ്ടും ജായിസാണ്. ഇസ്തിഫാമിയാണ്. ജുനൈഹ് എന്ന് പറഞ്ഞ തമ്മീസ് ഇവിടെ മുഫ്രദാണ്, മജ്റൂറാണ്. മജ്റൂർ വായിക്കാം, മൻസൂബ് വായിക്കാം. ഇവിടെ മജ്റൂറാണ് കൊടുത്തിട്ടുള്ളത്, ബിക്കം ജുനൈഹിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഉമ്മാൽ ജോലിക്കാർ, ഉദ്യോഗസ്ഥന്മാർ, തൊഴിലാളികൾ. കം മസ്നഅൻ ഇഷ്തറകൂ ഫി തദ്രീബ്, എത്ര ഫാക്ടറിയിലാണ് അവര് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്? അത് ചോദ്യം, ഇസ്തിഫാമിയാണ്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അടക്കം മസ്നഅൻ, അവിടെ മസ്നഅാണ്, അവിടെ ഇറാബിന്റെ നസ്ബാണ്. കാരണം ബിക്കം എന്റെ ഭാഗം കടന്നിട്ടില്ല. അപ്പൊ എന്താ, സ്വാഭാവികമായിട്ടും ഇറാബ് നസ്ബായിരിക്കണം. പദം മുഫ്രദുമാണ്, മുഫ്രദാണ്, മൻസൂബാണ്. ഈ ഉദാഹരണങ്ങളാണ് ഇസ്തിഫാമിയ കമ്മിന് ഉദാഹരണം. ഇനി നോക്കൂ, കം സഫീനത്തിൻ അബ്ഹറത്ത്. അതൊരു ചോദ്യമല്ല കേട്ടോ. കം സഫീനത്തിൻ അബ്ഹറത്ത്, എത്ര കപ്പലുകളാണ് യാത്രയായി സഞ്ചരിച്ചിട്ടുള്ളത്? ബഹ്റ എന്നാൽ സാറഫിൽ ബഹീന, കടലിലൂടെ സഞ്ചരിക്കുന്നതിനാണ് അബ്ഹറ. അപ്പൊ എത്ര കപ്പലുകളാണ് സഞ്ചരിച്ചിട്ടുള്ളത്, യാത്ര പോയിട്ടുള്ളത്? അതൊരു അത്ഭുതപ്പെടുപ്പിക്കാണ്. എന്തല്ല ജവാബ് മറുപടി പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ധാരാളം പോയി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മാണ്. അതാണ് ഖബരിയ. അത് കാര്യം അറിയിക്കുകയാണ്, അല്ലാതെ എന്തല്ല ഇസ്തിഫാം ചെയ്യല്ല, ചോദിക്കല്ലോ. അവിടെ ഖബരിയാണ്. അതിന്റെ തമ്മീസ് സഫീനത്തിൻ, മുഫ്രദാണ്, മദ്റൂബിൽ ഇളാഫത്തി. അവിടെ ഇറാബ് ജറാണ്. ജറ് കിട്ടാനുള്ള കാരണം കമ്മിലേക്ക് ലാഫത്ത് ചെയ്തു. കം മുളാഫ്, സഫീനത്ത് മുളാഫിലെ, മുളാഫി ഇറാബ് ജറായിരിക്കും. കം സഫീനത്തിൻ എന്നുള്ളതാണ് അവിടെ ഇറാബ് വായിക്കേണ്ടത്. അവിടെ മുഫ്രദാണ്, അത് ജറുമാണ്. അതുപോലെ കമ്മിൻ സഫീനത്തിൽ അബ്ഹറത്ത്, എത്ര കപ്പലുകൾ യാത്രയായി. കമ്മിൻ, അവിടെ മിൻ ചേർന്നു, അങ്ങനെ ആയിട്ടാണ്. ഖബരിയാണ്, സഫീനത്താണ്. അവിടെ മിന്നു കൊണ്ടാണ് അവിടെ ജറ് വന്നിട്ടുള്ളത്. കമ്മിൻ സുഫൂനിൻ, ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കമ്മിൻ കുത്തുബിൻ എന്ന് പറഞ്ഞ പോലെ. കമ്മിൻ സുഫൂനിൻ, സഫീനത്തിന്റെ സുഫുനി, എത്ര കപ്പലുകൾ യാത്രയായി. അപ്പൊ കം സഫീനത്തിൻ എന്ന് വായിക്കാം, കമ്മിൻ സഫീനത്തിൽ വായിക്കാം, കം മിൻ സുഫിനിൻ എന്ന് വായിക്കാം. കമ്മിൻ സുഫിനിൻ അബ്ഹറത്ത്. അപ്പൊ ഖബരിയാണ്. അവിടെ സഫീനത്ത് എന്നുള്ളതാണ് അവിടെ തമ്മീസ്. അവിടെ കമ്മിൻ സഫീനത്തിൻ അബ്ഹറത്ത്, എത്ര കപ്പലുകൾ യാത്ര പോയി. അവിടെ മുഫ്രദായിട്ട് കമ്മിൻ സഫീനത്താണ് അവിടുത്തെ തമ്മീസ്. പിന്നെ കമ്മിൻ സുഫിനിൻ അബ്ഹറത്ത്, സുഫിൻ ജമ്മായിട്ട്. അപ്പൊ സഫീനത്ത് തന്നെ സഫീനത്ത് മുഫ്രദായിട്ടും ജമ്മായിട്ടും ഉപയോഗിക്കാം. ഇവിടെ ഖബരിയാണ്. അവിടുത്തെ ഇസ്തിഫാം തമ്മീസാണ്, സുഫിൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ളത് ഖബരിയ, ഇസ്തിഫാമിയ സിമ്പിളാണ്. ഖബരിയ ആകുമ്പോൾ ശേഷമുള്ള തമ്മീസ് നസ്ബായിരിക്കും, മുഫ്രദായിരിക്കും. കം സഫീനത്തൻ, കം കിതാബൻ. പക്ഷെ അവിടെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് ബാ വന്നാൽ ബിക്കം ജുനൈഹിൻ, ബിക്കം ജുനൈഹൻ. ബാ വന്നാൽ ആ തമ്മീസിന് നസ്ബും കൂടെ തന്നെ ജറും ജായിസാൻ രണ്ടും വായിക്കാവുന്നതാണ്. എന്നാൽ കം ഇസ്തിഫാമിയാകുമ്പോൾ, അവിടെ കം ഖബരിയാകുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഇറാബ്, ശേഷമുള്ള ഇറാബ് എന്തായിരിക്കണം? പിന്നെ ജറായിരിക്കും. പദം മുഫ്രദോ ജമ്മോ ആയിരിക്കും. ജറ് തന്നെ ഇളാഫത്ത് കൊണ്ടോ മിന്ന് കൊണ്ടോ ആകാം. അപ്പൊ ഉദാഹരണം പറഞ്ഞത് കം സഫീനത്തിൻ അബ്ഹറത്ത്, കം മിൻ സഫീനത്തിൻ അബ്ഹറത്ത്, കം സുഫിൻ അബ്ഹറത്ത്, കം മിൻ സുഫിൻ അബ്ഹറത്ത്, ഇങ്ങനെയൊക്കെ വായിക്കാവുന്നതാണ്. ഇനി കം ഇസ്തിമാലാണ്. കമ്മിന് രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഇസ്തിഫാമിയ, എൻ്റെ കായിക പറയുന്നത്, ഒന്ന് ഇസ്തിഫാമിയായ കമ്മാണ്. ബിഹ, അതുകൊണ്ട് ചോദിക്കപ്പെടും. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ഫഹ്മിന് തേടുന്നതാണല്ലോ. ഒരു കാര്യം ഉപയോഗിക്കണം, തേടുകയാണ്, ആവശ്യപ്പെടാൻ ചോദിക്കണം അർത്ഥം. ഇസ്തിഫാം ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഇംഗ്ലീഷ് പറയും, അതാണ് ഇസ്തിഫാം. അൽ അദദി, ഒരു എണ്ണം, എത്രയാണ് എണ്ണത്തെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കമ്മ് കൊണ്ട്. അപ്പോൾ തെഹ്താജുല ജവാബിൻ, സ്വാഭാവികമായിട്ടും ചോദ്യം എന്തായാലും ഉത്തരമാണല്ലോ, ഉത്തരം അത് ആവശ്യപ്പെടുന്നുണ്ട്, ഉത്തരം ആവശ്യമാണ്. മുഫ്രദുൻ മൻസൂബുൻ, അതിന്റെ തമ്മീസ് മുഫ്രദായിരിക്കും, ഇറാബ് നസ്ബായിരിക്കും. ഇല്ലാ ഇദാ സബഖത്ത് ബിഹർഫി ജർരിൻ, ജർറിന്റെ ഹർഫ് കൊണ്ട് മുൻകടന്നാൽ ഒഴികെ. ഫയജൂസു ഫി തമ്മീസ് അൽ ജർറു വൻ നസ്ബു, അങ്ങനെ ആകുമ്പോൾ അവിടെ ജർറും വായിക്കാം, നസ്ബും വായിക്കാം. ബിക്കം ജുനൈഹിൻ, ബിക്കം ജുനൈഹൻ,
ബാ ഇല്ലെങ്കിൽ കം ജുനൈഹൻ എന്ന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കമ്മ് ഖബരിയാണ്. വഹിയല്ലത്തി തുഫീദുൽ ഇഖ്ബാറൻ കസ്റത്തി, അത് കസ്റത്തിലെ ധാരാളത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അതിനെ അറിയിക്കുന്ന ഒരു കമ്മാണ്. കമ്മിൻ സുഫിനിൻ, എത്ര കപ്പലുകൾ യാത്ര പോയിട്ടുണ്ട് എനിക്കറിയാം. സംഭവം ഖബരിയാണ്, അറിയിക്കുകയാണ്. ധാരാളം പോയി എന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്, ചോദ്യമല്ല അവിടെ. തെഹ്താജുൽ ജവാബ്, സ്വാഭാവികമായിട്ടും ഇസ്തിഫാം അല്ലാത്തതുകൊണ്ട് ജവാബ് ആവശ്യമില്ല. അപ്പോൾ തമ്മീസുഹ മജ്റൂറുൻ ബിമിൻ ഔ ബിൽ ഇദാഫത്തി, അതിങ്ങനെ വരുന്ന ഇസ്തിഫാമിയായ കമ്മിന്റെ ഇഅ്റാബ്, അത് അതിന്റെ തമ്മീസിന്റെ ഇഅ്റാബ് എന്തായിരിക്കും? മജ്റൂർ, ഇഅ്റാബ് ജർറായിരിക്കും ബിമിൻ, മിന്ന് കൊണ്ട്, മിൻ സുഫിൻ ഔ ബിൽ ഇദാഫത്തി, അല്ലെങ്കിൽ കമ്മിലേക്ക് ചേർത്തുകൊണ്ട് മുലാഫായിട്ട്. അപ്പോൾ കം സുഫിനിൻ, കമ്മ് മുലാഫ്, സുഫിന് മുലാഫിലേ, കമ്മിൻ സുഫിനിൻ, മിന്ന് ജാറ്, സുഫിന് മജ്റൂർ. അങ്ങനെ മിന്ന് കൊണ്ടോ ഇലാഫത്ത് കൊണ്ടോ എന്താണ്? ഇറാബ് ജറായിരിക്കും. ജറിന്റെ രണ്ട് വകുപ്പുണ്ട്, ഒന്നുകിൽ ഇലാഫത്ത് കൊണ്ട് അല്ലെങ്കിൽ ജറിന്റെ മിന്ന് കൊണ്ട് ജറായിരിക്കും. മുഫ്രദനോ ജംആ, മുഫ്രദാവട്ടെ ജമ്മാവട്ടെ രണ്ടും രണ്ട് നിരക്കും വായിക്കാം. കം കിതാബിൻ ഖറഅത, കം മിൻ കിതാബിൻ ഖറഅത, കം കുതുബിൻ ഖറഅത, കമ്മിൻ കുത്തുബിൻ ഖറഅത, അങ്ങനെയൊക്കെ വായിച്ചാൽ അതൊക്കെ എന്താണ്? കമ്മ് ഖബരിയാണ്, ഇസ്തിഫാമി അല്ല. ഇസ്തിഫാമി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കം കിതാബൻ എന്ന് വായിക്കണം. ഇതാണ് കമ്മുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സിമ്പിളായ പാഠമാണ്. അപ്പോൾ കമ്മിന്റെ ഇസ്തിഫാമായി ആയ കമ്മും അതിന് ഖബരിയായ കമ്മും അതിന്റെ തമ്മീസിന്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെ എന്നാണ് ഇന്ന് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി കൊണ്ട് തവാബിനെ കുറിച്ച് പഠിക്കാനുണ്ട്. തവാബ് അതായത് അത്ഫ്, ബദല്, നഅത്ത്, തൗക്കീദ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് തവാബ് പഠിക്കാണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.